ആബിദ്. Yes, ma'am. അടിച്ചു പൊളിച്ചു. Thank you. സാറ് പറഞ്ഞ അടി പൊളിച്ചു എന്നല്ല. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഫ്ലോയിൽ അങ്ങനെ തന്നെ അങ്ങ് പോയി. ആബിദ് നല്ല രസമായിട്ട് നല്ല എനർജി ഉണ്ടായിരുന്നു പാടിയതിനകത്ത്. നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസും ആയിരുന്നു. പിന്നെ ഓ മേരെ ഭായ് അവസാനം പാടില്ല, അവിടെയൊക്കെ മാത്രം ചെറുതായിട്ട് കറക്റ്റ് ശ്രുതിയിലായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ വലിയൊരു ഫ്ലക്ച്വേഷൻ എനിക്കിന്ന് തോന്നിയില്ല. ആ കൂടെ ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടമായി. Thank you, ma'am. അബീദ് എപ്പോഴും എനർജറ്റിക് ആണ്. അബീദിൻ്റെ പാട്ട് എപ്പോഴും നമുക്കൊരു എനർജി ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. Thanks. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മോൻ. ഇമ്പ്രൂവ്ഡ് എ ലോട്ട്. പിന്നെ നല്ല പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് ഒന്നും വളരെ മനസ്സിന് സുഖമായിരിക്കും. അല്ലാതെ നമ്മൾ സംതിങ് ഒരു വലിയ വിഷമം തോന്നും. മറ്റുള്ള ചില നമ്മൾ ഔട്ട് ഓഫ് ട്യൂണിങ് ഒക്കെ പോകുമ്പോഴേ നമ്മൾ ഇവിടുന്ന് വല്ലാതെ നെർവസ് ആവും. ഇത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, സ്മൂത്തായിട്ട് കേട്ടിട്ട് പോയി. ഓക്കെ. പിന്നെ കുറച്ച് പ്രോബ്ലംസ് മോനെ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വരാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണത്. കെഹ്നേസെ ഡെറെ കുറച്ച് ഫ്ലാറ്റ് പോയിട്ടുള്ള പോർഷൻസ് അത്. ഇതൊക്കെ റോസ് എന്ന് പറഞ്ഞ ആ പോർഷനും എല്ലാം അത് ചെറിയ കുറച്ച് അത്, പക്ഷേ വളരെ നന്നായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മൈന്യൂട്ടായിട്ട് നമ്മളെ ഈ ചെവിയൊക്കെ പ്രശ്നങ്ങളാണ്. ഈ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴേ ഈ ചെവി ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഞാൻ മാക്സിമം പാടിക്കഴിഞ്ഞാലും ചിത്രാജൊക്കെ ചിലപ്പോൾ മാക്സിമം പാടിക്കഴിഞ്ഞാലും ഞാൻ പറയും അയ്യോ ഒന്നുകൂടെ പാടാം ചിത്രാജ്. അപ്പോൾ ചെവിയുടെ പ്രശ്നമാണത്. അത് നോക്കേണ്ട ആവശ്യമില്ല. സോച്ചിനെ ലഗെ അതേപോലെ മോനെ ഒരു സ്ഥലത്ത് ഈ ഡാൻസ് ചെയ്തത് കൊണ്ടാവാം തോന്നുന്നു കുറച്ച് ടൈം വേരിയേഷൻ വന്നിട്ടുണ്ട് ലാസ്റ്റ് എടുത്ത പോർഷനിൽ. അത് വരുന്ന പാട്ട് രണ്ടാമത് റീഡു ചെയ്ത് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഹോ ഭായ് എന്ന് പറയുന്ന പോർഷനുണ്ട് ലാസ്റ്റ്. അത് റിതം വന്ന് വീണു, അത് കഴിഞ്ഞിട്ടമ്മ പാടിയത്. അങ്ങനെ ഒരു പോർഷൻ വന്നിട്ടുണ്ട് അവിടെ. അത് ശ്രദ്ധിച്ചാൽ മതി. ടോട്ടലി പ്രൊണൗൺസിയേഷൻ കുഴപ്പമൊന്നുമില്ല, ഗുഡ് പ്രൊണൗൺസിയേഷൻ. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു, വെരി ഗുഡ്. Thank you. ഉദിജിയുടെ ചെറിയ കൊച്ചനിയ കലക്കി വേണം, വെരി ഗുഡ്. കൊച്ചനിയൻ എന്ന് പറയണോ ട്വിൻ ബ്രദർ എന്ന് അതെ, പറയണോ? ട്വിൻ ബ്രദർ എന്നുള്ള അതാണ് ആക്ച്വലി. അതായത് ഉദിജിയുടെ ഒരു ടെക്സ്ചർ ഓഫ് വോയിസും നമ്മുടെ ഹൃതിക് റോഷന്റെ ഒരു ചെറിയ കട്ടും. ആബിദെ പൊങ്ങണ്ടാട്ടോ. അല്ല, ഇത് പറയുമ്പോൾ തന്നെ വേറൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ അകത്ത്. ഉദിജിയുടെ പാട്ട് പാടാൻ അദ്ദേഹം ഉണ്ട് അവിടെ. മോളിലേക്ക് പോകുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഹീസ് ദ മോൻ്റെതായുള്ള സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. യുവർ ഇൻഡിവിജ്വാലിറ്റി ഷുഡ് ബി ദ. എല്ലാവരും പറയും ഉദിജിയെ പോലെ ഉണ്ട്, ബെസ്റ്റ് ആയിട്ടുണ്ട് മോനെ എന്ന് പറയും. മോനെ പിന്നെ എൻകറേജ് അങ്ങോട്ട് കയറ്റി വിടും. പക്ഷേ നമ്മളിവിടെ അല്ല നിൽക്കുക, വെറും സിനിമ പാട്ട് പാടി ഇങ്ങനെ നടന്നാൽ പോരാ. സ്വന്തമായിട്ടൊരു പാട്ട് മോൻ്റെ പാടി ഉണ്ടാക്കുമ്പോഴേ അത് ഉദിജി പാടിയതെന്ന് പറയിക്കരുത്, അത് അബീദ് പാടിയെന്ന് പറയിക്കണം. ഗുഡ്. എപ്പോഴും പറയുന്ന കാര്യം മോനെ, ഇൻഡിവിജ്വാലിറ്റി ഹാസ് ടു ബി വിത്ത്. മോൻ്റെ സെൽഫ് ഇൻറ്റിഗ്രിറ്റി എപ്പോഴും വേണം, മോൻ്റെ പ്രൈഡ് എപ്പോഴും വേണം. ബട്ട് ഡോണ്ട് ഹാവ് ഓവർ കോൺഫിഡൻസ്. ഓവർ കോൺഫിഡൻസും ആ പ്രൈഡും വ്യത്യാസമാണ്. ബട്ട് ടു ഹാവ് പ്രൈഡ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. ആൻഡ് പ്രത്യേകിച്ചും പറയാനുള്ള കാര്യം, സിംഗിങ് ഓഫ് കോഴ്സ് ഐ ലൈക്ക് ഇറ്റ് ലോട്ട്. നല്ലൊരു ഫ്രഷ് എനർജി, ഒരു നൈസ് എന്താ പറയുക, ഒരു റിയൽ ബ്രെത്ത് ഓഫ് ഫ്രഷ് എനർജി. ആൻഡ് ഇറ്റ് വാസ് നൈസ്. സിംഗിങ്ങിനെ കുറിച്ച് അധികം ഇപ്പം എനിക്ക് പറയാനില്ല, ബിക്കോസ് ഐ വാസ് ക്യാരിഡ് അവേ ഇൻ ദ സോങ്. There were a few flaws എന്ന് പറയണ്ട, because the overall മോൻ്റെ ആ പെർഫോമൻസിൽ I think you've scored 100%. Thank you, sir. Singing of course has come up to 85 or somewhere close to 90. That's good. I liked it. Abid. Yes. As always, അടിച്ചു പൊളിച്ചു. Thank you. Okay, അപ്പോൾ മാർക്സിലേക്ക് എടുക്കാം അല്ലേ? ജോർജ് ഏട്ടാ, out of 30. 25. 25 out of 30. ചേച്ചി out of 40. 34.
34 out Thank of you. 40. Ramesh sir? 26 ആണ് കൊടുക്കാൻ പോകുന്നത്. 26. അപ്പോൾ ഓൺ ദ ഹോൾ ഈ പെർഫോമൻസിന് ജഡ്ജസ് ആപത്തിന് തന്നിരിക്കുന്നത് 85 മാർക്സ്. Thank you.